ഇതാണ് ഇത് വെറുതെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊന്നും തേച്ച് ലെവലാക്കിയിട്ടില്ല. വെറുതെ അടച്ച് കാണാതെ പിടിച്ചു നിൽക്കില്ലല്ലോ. എല്ലാ ടൈൽസ് പണിക്കാരും പറയാറുണ്ട് ടൈൽസ് സിമെന്റിൽ ഒട്ടിക്കരുത്, അടർന്നു വീഴും, പശയിൽ ഒട്ടിക്കണം എന്നൊക്കെ. എന്നാൽ ഈ പശയിൽ ഒട്ടിച്ചാലും ഈ അടർന്നു വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് പശയിൽ ഒട്ടിച്ച ടൈലും അടർന്നു വീണിരിക്കുന്നത്? KM ഫ്ലോറിംഗ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേഷ്, ഒരു പ്രോബ്ലം ഉണ്ട്, വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആക്ച്വലി വീടിന്റെ ഓണർ വുഡിന്റെ പാനൽ വെച്ച് ചെയ്യാനിരുന്നതാണ് ഈ ഒരു കാര്യം. പക്ഷെ ടൈൽസ് പണിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ടൈലിൽ തന്നെ ചെയ്തു തരാം, അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന്റെ ഓണർ ഇത് ടൈലിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വുഡിന്റെ ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടൈൽസ് പണിക്കാരും പറയാറുണ്ട് ടൈൽസ് സിമെന്റിൽ ഒട്ടിക്കരുത്, അടർന്നു വീഴും, പശയിൽ ഒട്ടിക്കണം, അതായത് അഡസീവില് പശയിൽ ഒട്ടിക്കണം എന്നൊക്കെ. എന്നാൽ ഈ പശയിൽ ഒട്ടിച്ചാലും ഈ അടർന്നു വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് പശയിൽ ഒട്ടിച്ച ടൈലും അടർന്നു വീണിരിക്കുന്നത്? അതായത് ഇതിന്റെ റീസൺ എന്താണ്, ഇതിന്റെ സൊല്യൂഷൻസ് എന്താണ്, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് മനസ്സിലാവില്ല. നാളെ മേ ബി നിങ്ങളുടെ വീട്ടിലും ഈ ഒരു കാര്യം സംഭവിക്കാം. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കാതെ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ ചാനൽ വഴി നമുക്ക് ലഭിക്കുന്നത്. നിരവധി ഗ്രേഡുകളുള്ള പശകളുണ്ട്, അതുപോലെ തന്നെ നിരവധി സൈസുകളുള്ള ടൈലുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡസീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ടൈലുകൾ ഒട്ടിക്കാൻ കഴിയില്ല. ഇനി ഇവിടുത്തെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും സ്റ്റാർട്ടിംഗ് ഗ്രേഡുള്ള അഡസീവാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡസീവ് ഉപയോഗിക്കേണ്ടത് സെറാമിക് ടൈലുകൾ ഫ്ലോറിലേക്ക് ഒട്ടിക്കേണ്ടതാണ്. ആ പശ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെട്രിഫൈഡ് ടൈൽസ് ഒട്ടിക്കാൻ സാധിക്കില്ല. കാരണം ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കില്ല, അത് ഒട്ടില്ല. അതാണ് അതിന്റെ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ചില വർക്കേഴ്സ് എങ്കിലും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അഡസീവിനകത്ത് സിമെന്റ് മിക്സ് ചെയ്യും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അഡസീവിനകത്ത് 1 സ്പൂൺ സിമെന്റ് പോലും മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അഡസീവിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ചുമര് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഈ 2 അഡസീവും താഴത്തെയും മുകളത്തെയും രണ്ടും 2 കളറായിട്ടാണ് കാണുന്നത്. അതിനർത്ഥം തന്നെ അതിനകത്ത് സിമെന്റ് വലിയ തോതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് ചില വർക്കേഴ്സിനും ചെയ്യുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇതേപോലെ ഷോവാളായാലും പില്ലറായാലും ഒക്കെ ഓൾറെഡി വൈറ്റ് സിമെന്റ് അടിച്ചിട്ടുണ്ടാവും. അടിച്ച പ്രതലത്തിൽ ടൈൽസ് ഒട്ടിക്കുന്ന സമയത്ത് അത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കളയാതെ ചെറിയ ചിപ്പ് ചെയ്ത് കളയും. അത് ഈ ഡോട്ട് മാത്രം ഇട്ടിട്ട് ഈ ടൈൽ ഒട്ടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഡസീവ് ആയാലും സിമെന്റ് ആയാലും ഇതൊരു സിമെന്റീഷ്യസ് പ്രൊഡക്റ്റ് ആണ്. അഡസീവ് ആണെങ്കിൽ ഇതൊരു സിമെന്റീഷ്യസ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിമെന്റ് പ്രതലത്തിൽ മാത്രമേ പിടിക്കുള്ളൂ. അല്ലാതെ പെയിന്റ് അടിച്ച ചുമരിലോ അല്ലെങ്കിൽ വൈറ്റ് സിമെന്റ് അടിച്ച ചുമരിലോ ഒരു കാരണവശാലും അഡസീവ് പിടിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് വർക്കേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വൈറ്റ് സിമെന്റ് അടിച്ച പ്രതലത്തിൽ ചെറുത് ഡോട്ട് മാത്രം ഇട്ടിട്ടാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒട്ടില്ല. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ വാൾ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈൽ വർക്കറെ കോൺടാക്ട് ചെയ്ത് അതിന്റെ വേണ്ട സൊല്യൂഷൻ കണ്ടെത്തുന്നത് നല്ലതാണ്. കാരണം എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഈ സിമെന്റും അഡസീവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെന്റ് ഉപയോഗിച്ച് നമ്മൾ എന്തൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചിരിക്കണം. നനച്ചെങ്കിൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതുപോലെ പക്ഷെ അഡസീവ് നമുക്ക് നനവിന്റെ ആവശ്യമില്ല. അതാണ് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സിമെന്റ് ഉപയോഗിച്ച് ടൈലൊട്ടിച്ച വീടുകളൊന്നും യാതൊരു കുഴപ്പമില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്താണ് ഈ ഒരു അഡസീവ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സിമെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യം, പണ്ട് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. കാരണം പണ്ട് പുഴമണലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് എംസാൻഡ് ആണ്. കാരണം ഇന്ന് എംസാൻഡിൽ എത്രത്തോളം സിമെന്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലും പഴയ ആ ഒരു ക്വാളിറ്റി ഇന്ന് ലഭിക്കില്ല. മാത്രമല്ല പണ്ടുള്ളത് സെറാമിക് ടൈൽസ് ആണ്. സെറാമിക് ടൈൽസിൽ സിമെന്റ് അടിപൊളിയായി പിടിച്ചു നിൽക്കും. പക്ഷെ ഇന്ന് ഉള്ളത് വെട്രിഫൈഡ് ടൈൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അത് വെട്രിഫൈഡ് ടൈൽസ് സിമെന്റ് പിടിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇന്ന് അഡസീവ് ഉപയോഗിച്ച് വേണം ടൈൽ ഒട്ടിക്കാൻ എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ്.
ഈ അഡസീവിന്റെ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ എല്ലാവരും സിമെന്റ് ഉപയോഗിച്ച് തന്നെയാണ് ഷോ വാളായാലും പില്ലർ ആയാലും അതുപോലെ തന്നെ ഫ്ലോറിംഗ് ആയാലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ സിമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലൈഫ് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും വർക്കേഴ്സിന് വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൊണ്ടായിരിക്കും മേ ബി അത് സിമെന്റിൽ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത് വീട്ടുകാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ മതി സിമെന്റിൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വരും. അതുകൊണ്ട് വർക്കേഴ്സിനെ ആര് ചെയ്താലും വർക്കേഴ്സ് എത്ര നല്ലവർ ചെയ്താലും സിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി എത്രത്താഴെ നമുക്ക് ലൈഫ് അത്ര കിട്ടുള്ളൂ എന്നുള്ളവർ വീട്ടുകാർ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ബാത്റൂം എന്ന് പറയുന്നത്. ഈ ബാത്റൂമിനകത്ത് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ലീക്കേജ് പ്രശ്നങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ ഓരോന്നേരമായി പുറകെ വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ബാത്റൂമിൽ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത്, അത് എത്ര ഹൈറ്റിൽ ചെയ്യണം, എന്താണ് അതിന്റെ കറക്റ്റ് രീതികൾ എന്താണെന്നുള്ളതിന്റെ ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക എല്ലാവരും. ക്ലാഡിംഗ് ടൈൽസ് ഒട്ടിക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഈ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മഹേഷ് ഫ്രം പാലക്കാട്.